ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? എന്തൊക്കെയായിരുന്നു വിവരം? ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ക്രിമിനൽ അഭിഭാഷകനായ BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ, അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. തൃശൂർ സ്വദേശിയായ ബിജു ആന്റണി എന്ന ആളാണ് പിന്നീട് BA ആളൂർ എന്ന രീതിയിൽ പ്രത്യേകിച്ച് കുറ്റാരോപിതരായ ആളുകൾക്ക് വേണ്ടിയാണ് സ്ഥിരമായി ഹാജരായിരുന്നത്. വളരെ കുപ്രസിദ്ധമായ കേസുകളിലെല്ലാം തന്നെ ആളൂർ പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നു. അങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ നേടിയത്. വൃക്കരോഗ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അറിവായിട്ടില്ല. എന്തായാലും 2011 സൗമ്യ വധക്കേസിൽ, അല്ലെങ്കിൽ സൗമ്യയുടെ കൊലപാതക കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടുകൂടിയാണ് മാധ്യമ ശ്രദ്ധ കൂടുതൽ ആളൂരിലേക്ക് വന്നത്. പിന്നീട് അതിനുശേഷം വിസ്മയ കേസിൽ പ്രതി കിരണിന് വേണ്ടി ഹാജരായി, കൂടത്തായി കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി. അന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ആളൂരിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ തന്റെ സ്വന്തം ജോലിയാണ് താൻ ചെയ്യുന്നതെന്നും നിയമസഭമായി ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ജോലിയുടെ പ്രഥമമായ ലക്ഷ്യമെന്നുള്ള വിശദീകരണങ്ങളാണ് മാധ്യമങ്ങളോട് നൽകിയിരുന്നത്. നരബലി കേസിൽ ഹാജരായി. ഒപ്പം തന്നെ കേരളത്തിൽ ചാവേറാക്രമണം നടത്താൻ പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിന് വേണ്ടിയും ഹാജരായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നടി ആക്രമിച്ച കേസിൽ സുനിൽകുമാറിന്റെ കേസ് ഏറ്റെടുക്കുമെന്നും മാധ്യമങ്ങളോട് വിശദമാക്കി. ഇങ്ങനെ പ്രധാനപ്പെട്ട തരത്തിലുള്ള എല്ലാ കേസുകളിലും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുകയും ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഹാജരായി കേസിൽ ഇളവ് നേടിയതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായും ഇതായത്. അതോടൊപ്പം തന്നെ ജിഷ കേസിൽ അമീർ ഇസ്ലാമിന് വേണ്ടി ഹാജരായ കേസാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായ വിമർശനം ആളൂരിനെതിരെ ഉണ്ടാക്കിയത്. ഇങ്ങനെ പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായ കേസുകൾ എന്ന് തന്നെ പറയാം. ഇത്തരം കേസുകളിലെല്ലാം തന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ആളായിരുന്നു. പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പിന്നീട് അവിടെ നിന്ന് കേരളത്തിലേക്ക് മാറുകയായിരുന്നു. എവിടെ ഈ രീതിയിൽ മാധ്യമ ശ്രദ്ധയുള്ള കേസുകൾ വന്നാലും അവർ പ്രതികൾക്ക് വേണ്ടി ഹാജരായി വക്കാലത്ത് ഏറ്റെടുക്കുക എന്നുള്ളത് ആയിരുന്നു ആളൂരിനെ പ്രത്യേകിച്ച് മാധ്യമ ശ്രദ്ധയിൽ എത്താനുള്ള കാരണം. ഇങ്ങനെ ശിക്ഷാ ഇളവുകൾ നേടിച്ചു കൊടുക്കുകയും ആദ്യകാലങ്ങളിൽ ചേർന്നു. ഏറ്റവും അവസാനം വിസ്മയ കേസിൽ കിരണുമായി ബന്ധപ്പെട്ട കേസാണ് ഹാജരായിക്കൊണ്ടിരുന്നത്. ആ കേസിലാണ് നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായ കുറച്ചു നാൾ മുമ്പ് ആത്മഹത്യ ചെയ്ത മനുവും കൂടി ഈ ആളൂരിനൊപ്പം ഹാജരായിരുന്നു. എന്തായാലും ആളൂരിന് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. മായ. ശരി ശ്രീജിത്ത്. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.